ഇന്നത്തെ റെസിപ്പി ഗാർലിക് ചിക്കനാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിലോട്ട് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് വയ്ക്കുക. 5 to 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്തിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 30 മിനിറ്റ്സ്. ഇനി 30 മിനിറ്റ്സിന് ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട് ഈ ചിക്കൻ നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് വേവിക്കുക. അങ്ങനെ എല്ലാ സൈഡും വേവിച്ചെടുക്കുക ചിക്കൻ. അതിനുശേഷം ആ പാനിൽ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത്. ആ പാനിൽ തന്നെ കുറച്ചുകൂടെ ബട്ടർ ഇട്ടിട്ട് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായി വഴറ്റി കഴിഞ്ഞാൽ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാത്. അതിനുശേഷം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ആഡ് ചെയ്യുക. ഒരു ഗ്ലാസ്, നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് 2 ഗ്ലാസ് 2.5 ഗ്ലാസ് വരെ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളർ പോലെ തിക്കായി ഇങ്ങനെ വരാൻ തുടങ്ങും. ഇനി അത് നന്നായിട്ട് തിക്കാവാൻ തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക. ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ അത് തിക്കായിട്ട് വരുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്രേവിയും ആ ചിക്കനും തമ്മിൽ നന്നായിട്ട് മിക്സ് ആവണം. അതിനുശേഷം സ്പ്രിംഗ് ഒനിയൻ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയിലയോ അല്ലെങ്കിൽ സ്പ്രിംഗ് ഒനിയനോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് കുറച്ച് മല്ലിയില ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്. ഇപ്പോൾ നമ്മുടെ ബട്ടർ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. റൊട്ടിയുടെ കൂടെയും യൂസ് ചെയ്യാം.